Good afternoon. Good afternoon. Okay, good afternoon. Good. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ എവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തി? ഓക്കെ, അതായത് സേഫ്റ്റി മെഷേഴ്സ് അല്ലെ, സേഫ് പ്രാക്ടീസസ് വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസ് അല്ലെ, ഇത്തരം കംപ്രസ്ഡ് ഗ്യാസസുകളുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. നാല് കാറ്റഗറി ആയിട്ടാണ് നമ്മളത് മനസ്സിലാക്കിയത്. ഒന്ന് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ് അല്ലെ, കണ്ടന്റുകൾ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ്, പ്രവർത്തന സുരക്ഷാ പരിശോധനകൾ. അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് അല്ലെ, നമ്മൾ ഈ പറയുന്നത് കൈകാര്യം ചെയ്യുമ്പോൾ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും ഉപയോഗപ്പെടുത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട സേഫ് പ്രാക്ടീസസ്. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ആണ് അല്ലെ. അതായത് ഇത്തരം മെഡിക്കൽ വാതകങ്ങൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സേഫ് പ്രാക്ടീസസ്. ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ ആണോ? അത്രയും വരെ ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഓൺ മ്യൂട്ട് കൊടുത്താണ്. അടുത്തതാണ് സേഫ് യൂസസ് ഓഫ് റെഗുലേറ്റേഴ്സ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഗുലേറ്ററുകളെ എങ്ങനെയാണ് നമ്മൾ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് റെഗുലേറ്റർ എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, a regulator is a device that accepts the gas at a high pressure and lessens it to a much lower working pressure. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാല്? റെഗുലേറ്റർ is a device that accepts gas at a high pressure and lessens it to a much lower working pressure അല്ലെ. അതായത് നമ്മള് ഉയർന്ന മർദ്ദത്തില് മെഡിക്കൽ വാതകങ്ങൾ സ്വീകരിച്ച് അതിനെ വളരെ കുറഞ്ഞ മർദ്ദത്തിലേക്ക്, താഴ്ന്ന മർദ്ദത്തിലേക്ക് എന്താണ് മാറ്റുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഇത് റെഗുലേറ്റർ എന്ന് പറയുന്നത്. റെഗുലേറ്റ് ചെയ്യാൻ എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ ചെയ്യാൻ അല്ലെ. അതായത് ഉയർന്ന മർദ്ദത്തില് നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ വാതകത്തിന് സ്വീകരിച്ചുകൊണ്ട് അതിനെ വളരെ കുറഞ്ഞ മർദ്ദത്തിലേക്ക് അല്ലെ, വളരെ താഴ്ന്ന മർദ്ദത്തിലേക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇത് റെഗുലേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ചെയ്ത് വെക്കാം. എന്താണ് റെഗുലേറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് റെഗുലേറ്റർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കണ്ടപ്പോ ഒരു ഡൗട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, ഇത് കയറി വന്നിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. Okay, the regulator is a device that accepts gas at a high pressure and lessens it to a much lower working pressure. കേട്ടോ, നമുക്കറിയാലോ ഗ്യാസ് സിലിണ്ടറിനകത്ത് നല്ല പ്രഷറിലായിരിക്കും ഈ മെഡിക്കൽ വാതകം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് അതേ പ്രഷറോട് കൂടി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ റെഗുലേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ആ റെഗുലേറ്റർ എന്താ ചെയ്യുന്നത്? മെഡിക്കൽ വാതകത്തിനെ, ഹൈ പ്രഷറിൽ വരുന്ന മെഡിക്കൽ വാതകത്തിനെ വളരെ താഴ്ന്ന മർദ്ദത്തിലോട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. റെഗുലേറ്റേഴ്സ് ആണ് ഗ്യാസ് സ്പെസിഫിക് കേട്ടോ. ഇവിടെ ജസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ഗ്യാസ് എന്നാണ് കേട്ടോ, ഗ്യാസ്. ഓക്കെ, തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാം കേട്ടോ. റെഗുലേറ്റേഴ്സ് ആണ് ഗ്യാസ് സ്പെസിഫിക് കേട്ടോ. അതായത് ഓരോ റെഗുലേറ്റേഴ്സും എന്താണ്, ഗ്യാസ് സ്പെസിഫിക് ആണ്. എന്താണ് ഗ്യാസ് സ്പെസിഫിക് ആണെന്ന് പറയാൻ കാരണം? അതായത് ഓരോ മെഡിക്കൽ വാതകങ്ങൾക്കും അതായത് ഓരോ മെഡിക്കൽ വാതകങ്ങളും വളരെയധികം നമ്മൾ സേഫ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള റെഗുലേറ്ററുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓക്സിജൻ ഗ്യാസിൽ ഉപയോഗിക്കുന്ന റെഗുലേറ്റർ ആയിരിക്കില്ല നമ്മളൊരു കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് സിലിണ്ടറിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് സിലിണ്ടറിൽ ഉപയോഗിക്കുന്ന റെഗുലേറ്റർ ആയിരിക്കില്ല നമ്മളൊരു നൈട്രസ് ഓക്സൈഡിന്റെ സിലിണ്ടറിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ഓരോ മെഡിക്കൽ വാതകങ്ങളെയും വളരെ സേഫ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് അതിന് അനുസരിച്ചിട്ടുള്ള റെഗുലേറ്ററുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പറഞ്ഞത് റെഗുലേറ്റേഴ്സ് ആണ് ഗ്യാസ് സ്പെസിഫിക് ആണ്. കാര്യം നമുക്കറിയാം ഓരോ മെഡിക്കൽ വാതകങ്ങൾക്കും അതിൻ്റെതായ ചില സവിശേഷതകളുണ്ട്, എല്ലാം ഒരുപോലെയല്ല അല്ലെ, ഓരോന്നിനും അതിൻ്റെതായ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതിൻ്റെതായ ചില ഹസാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു റെഗുലേറ്റർ വെച്ച് നമുക്ക് എല്ലാത്തിനും ഒരുപോലത്തെ റെഗുലേറ്ററുകളല്ല നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് റെഗുലേറ്റേഴ്സ് ആണ് ഗ്യാസ് സ്പെസിഫിക് ആണ്. ഓക്കെ, പിന്നെന്താണ്, ബി ഷുവർ ടു യൂസ് ദ പ്രോപ്പർ റെഗുലേറ്റർ ഫോർ ദ ഗ്യാസ് ടാങ്ക് ഇൻ ദ സിലിണ്ടർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സിലിണ്ടറിലും അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഗ്യാസിന് അനുസരിച്ചിട്ടുള്ള റെഗുലേറ്ററുകളാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് കേട്ടോ. അതാണ് അവിടെ പറഞ്ഞത് ബി ഷുവർ ടു യൂസ് ദ പ്രോപ്പർ റെഗുലേറ്റർ ഫോർ ദ ഗ്യാസ് ടാങ്ക് ഇൻ ദ സിലിണ്ടർ. അതായത് ഒരു സിലിണ്ടറില് ഗ്യാസ് സിലിണ്ടറിനകത്ത് അടങ്ങിയിട്ടുള്ള ഗ്യാസിന് അനുസരിച്ചിട്ടുള്ള എന്താണ് റെഗുലേറ്ററുകളാണ് ഉപയോഗിക്കുന്നതെന്ന് എന്ത് ചെയ്തിരിക്കണം, ഉറപ്പുവരുത്തിയിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇതൊക്കെ നമ്മൾ റെഗുലേറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത നോക്കിയേ, ബിഫോർ അറ്റാച്ചിങ് ദ റെഗുലേറ്റർ ടു എ സിലിണ്ടർ ഓൾവേസ് ചെക്ക് ദ റെഗുലേറ്റർ. കേട്ടോ, നമ്മളിപ്പോ ഒരു റെഗുലേറ്റർ ഒരു സിലിണ്ടറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റെഗുലേറ്റർ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്യാസ് സ്പെസിഫിക് ആണ് അല്ലെ, ഓരോ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന മെഡിക്കൽ വാതകങ്ങൾ ഏതാണോ അതിനനുസരിച്ച് തന്നെയുള്ള റെഗുലേറ്റർ ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതുകൊണ്ട് അത് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഉറപ്പുവരുത്തണം കേട്ടോ. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല്, if the connections do not fit together readily, the wrong regulator is being used. ഇപ്പൊ നമ്മൾ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ അത് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള റെഗുലേറ്റർ ആണ്. അതേസമയം നമ്മൾ അത് കണക്ഷൻസ് ഇടുമ്പോൾ അത് പെട്ടെന്ന് ഫിറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, നമ്മൾ തെറ്റായ റെഗുലേറ്റർ ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കണക്ഷൻസ് എളുപ്പം തന്നെ ഫിറ്റ് ആയിക്കോളും. ഇനി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അത് എളുപ്പം ഫിറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ റോങ് ആയിട്ടുള്ള റെഗുലേറ്റർ ആണ് അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ, എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, ബിഫോർ എ റെഗുലേറ്റർ ഈസ് റിമൂവ്ഡ് ഫ്രം എ സിലിണ്ടർ ക്ലോസ് ദ സിലിണ്ടർ ആൻഡ് റിലീസ് ഓൾ ദ പ്രഷർ ഫ്രം ദ റെഗുലേറ്റർ കേട്ടോ. അതുപോലെ തന്നെ നമ്മളൊരു സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്റർ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഊരിയെടുക്കരുത്. എന്ത് ചെയ്തിരിക്കണം, ക്ലോസ് ദ സിലിണ്ടർ. ആദ്യം നമ്മൾ സിലിണ്ടർ ക്ലോസ് ചെയ്യണം, ആ വാൽവ് ഉപയോഗിച്ച് നമ്മൾ സിലിണ്ടർ ക്ലോസ് ചെയ്യാം. എന്നിട്ടോ റിലീസ് ഓൾ ദ പ്രഷർ ഫ്രം ദ റെഗുലേറ്റർ. റെഗുലേറ്ററിലുള്ള ആ കംപ്ലീറ്റ് പ്രഷർ നമ്മൾ പുറത്ത് കളഞ്ഞതിന് ശേഷം, റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ റെഗുലേറ്റർ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റിമൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മൾ വീട്ടിൽ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? നമ്മുടെ പാചകവാത സിലിണ്ടറിൽ എങ്ങനെയാ നമ്മൾ റെഗുലേറ്റർ ഓടിപ്പോയാൽ നമ്മൾ ഊരിയെടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ആദ്യം നമ്മൾ സിലിണ്ടർ ഓഫ് ചെയ്യും അല്ലെ. അപ്പൊ ഓഫ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ റെഗുലേറ്ററിലുള്ള ആ ഒരു പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് റിലീസ് ചെയ്ത് പോകുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ റെഗുലേറ്റർ ഊരിയെടുക്കുന്നത് അല്ലെ. അത് തന്നെയാണ് അവിടെ പറഞ്ഞത്. അടുത്തത് എന്താണ്, റെഗുലേറ്റേഴ്സ് ഷാൾ ബി റിമൂവ്ഡ് ഫ്രം ദ സിലിണ്ടർ ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പോയിന്റാണ്, നമ്മൾ ഒരിക്കലും എന്താണ് ഒരു സിലിണ്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്, ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റെഗുലേറ്ററുകൾ നമ്മൾ റിമൂവ് ചെയ്തിരിക്കുന്നു. ഒരിക്കലും റെഗുലേറ്റർ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്, സിലിണ്ടർ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പാടുന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഗുലേറ്ററുകൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓർത്തു വെക്കാം, എന്താണ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാല് അതൊരു മെഡിക്കൽ ഡിവൈസ്, സോറി അതൊരു ഡിവൈസ് ആണ്. ആ ഡിവൈസിന്റെ പർപ്പസ് എന്താണ്, വളരെ ഉയർന്ന മർദ്ദത്തില് വാതകത്തിനെ സ്വീകരിച്ചുകൊണ്ട് അതിനെ താഴ്ന്ന മർദ്ദത്തിലേക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഓരോ റെഗുലേറ്ററും എന്താണ്, ഗ്യാസ് സ്പെസിഫിക് ആണ് എന്ന് പറഞ്ഞാല് ഓരോ മെഡിക്കൽ വാതകങ്ങളും സേഫ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് അതിനനുസരിച്ചിട്ടുള്ള റെഗുലേറ്ററുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഉറപ്പുവരുത്തും. ഓക്കെ, അതുപോലെ നമ്മളൊരു സിലിണ്ടറുമായിട്ട് റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ റെഗുലേറ്റർ ചെക്ക് ചെയ്തിരിക്കണം. നമ്മൾ ആ കണക്ഷൻസ് വെക്കുമ്പോൾ എളുപ്പം ഫിറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ തെറ്റായ റെഗുലേറ്റർ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഒരു സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്റർ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ സിലിണ്ടർ ക്ലോസ് ചെയ്യണം.
എന്നിട്ട് ആ പ്രഷറിനെ കംപ്ലീറ്റ് റിലീസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ റെഗുലേറ്റർ റിമൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ നമ്മുടെ ഒരു സിലിണ്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം? റെഗുലേറ്ററുകൾ റിമൂവ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, എളുപ്പമുള്ള കാര്യങ്ങളാണ്. അടുത്തതാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. മറ്റൊരു പ്രിക്കോഷൻ ആണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഇത്തരം മെഡിക്കൽ വാതകങ്ങളുമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു സേഫ്റ്റി എപ്പോഴും പ്രധാനമാണ് അല്ലെ. നമ്മുടെ വ്യക്തിഗത സംരക്ഷണ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ വാതകങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം ഇതിന്നൊക്കെ വരുന്ന ചില ഇഫക്റ്റുകൾ നമ്മുടെ ഹെൽത്തിനെയൊക്കെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കാം. Be dressed in proper personal protective equipment when performing lab operation task that involves compressed gases. കേട്ടോ. ഓക്കെ, നമ്മൾ ഇത്തരം കംപ്രസ്ഡ് ഗ്യാസസുകളുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ധരിച്ചിരിക്കണം? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിരിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളിൽ വരുന്ന എന്താണ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ലോങ് സ്ലീവ് ലാബ് കോട്ട് അല്ലെ. ഓക്കെ, ഫുൾ സ്ലീവ് ആയിട്ടുള്ള ലാബ് കോട്ടുകള്, ലോങ് പാൻസ് ദാറ്റ് കവർ ടോ ഷൂസ്, നമ്മൾ വിരലുകൾ വരെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഈ പറയുന്ന പാന്റുകള്, ഷൂകള്, ഓക്കെ, ഷൂസ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് ഗ്ലൗസ് അല്ലെ, സുരക്ഷാ കണ്ണടകള്, ഗ്ലൗസുകള്, ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതിന് ശേഷം മാത്രമേ നമ്മൾ ഇത്തരം ഗ്യാസുകളുമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത്രയുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള സേഫ് പ്രാക്ടീസസ് കേട്ടോ, നമ്മുടെ സുരക്ഷാ മുൻകരുതലുകൾ. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടെ അതിനകത്ത് നോക്കാനായിട്ടുള്ളൂ. ഒന്ന് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റാഫ് ആണ് കേട്ടോ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റാഫ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ രണ്ടുപേരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് പഠിക്കുന്നത്. ഒന്ന് ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസർ, മറ്റൊന്ന് ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റർ കേട്ടോ. ഇവരുടെ രണ്ടുപേരുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് നമുക്ക് ഇനി പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസേഴ്സ് കേട്ടോ. സൂപ്പർവൈസേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്? അതായത് നമ്മൾ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ക്യാമ്പ് സംവിധാനങ്ങളൊക്കെ മേലോട്ട് പതിക്കുന്ന സൂപ്പർവൈസേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് ഇതാണ്. മേക്ക് ഷുവർ ദാറ്റ് ദ സ്റ്റാഫ് ഇൻ ദെയർ ചാർജ് receive appropriate training specific to the compressed gases they handle and use. അല്ലെ, ഇദ്ദേഹം ഒരു സൂപ്പർവൈസർ ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ കീഴിൽ മറ്റുള്ള സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. അവരെ സൂപ്പർവൈസ് ചെയ്യുന്നതും അവർക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം? അദ്ദേഹത്തിന്റെ ഇൻചാർജുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ഈ പറയുന്ന കംപ്രസ്ഡ് ഗ്യാസുകൾ ഹാൻഡിൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം അല്ലെ. കാര്യം അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത്. അദ്ദേഹത്തിന്റെ കീഴില് ഇത്തരം കംപ്രസ്ഡ് ഗ്യാസുകളുമായിട്ട് എന്താണ് പ്രവർത്തിക്കുന്ന, അതിനെ ഹാൻഡിൽ ചെയ്യുന്ന, അതിന് ഉപയോഗപ്പെടുത്തുന്ന ധാരാളം സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ. അത്തരം സ്റ്റാഫുകൾക്ക് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു പരിശീലനം അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ആര് ഉറപ്പുവരുത്തണം? സൂപ്പർവൈസർ ഉറപ്പുവരുത്തിയിരിക്കണം. ഇൻ കേസ് എന്തെങ്കിലും ട്രെയിനിങ് ഇല്ലാത്ത സ്റ്റാഫുകൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം അല്ല, അപകടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആരുടെ മേലിൽ വരും? സൂപ്പർവൈസറിന്റെ മേലിൽ വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഉറപ്പുവരുത്തിയിരിക്കണം. ഓക്കെ, ഇതാണ് ആ പോയിന്റ്. മേക്ക് ഷുവർ ദാറ്റ് the staff in their charge receive the appropriate training specific to the compressed gases that they handle and use. Okay. Next point is make sure that compressed gases are used only for their intentional purpose and in accordance with the defined procedures and rules. That make sure that compressed gases are used only for their intentional purpose. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കംപ്രസ്ഡ് ഗ്യാസുകളെല്ലാം തന്നെ അതിൻ്റെതായ ഇന്റൻഷണൽ പർപ്പസിനുള്ളത്, അനുയോജ്യമായിട്ടുള്ളത് തന്നെയാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. എന്ന് വെച്ചാൽ ഇത്രയുള്ള കാര്യം. നമ്മൾ റിസസിറ്റേഷൻ പർപ്പസിനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിജൻ ഗ്യാസ് ആണ് അല്ലെ. ഇനി ഒരു ഇൻസപ്ലേറ്റിംഗ് പർപ്പസിനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് അല്ലെ. നമ്മളൊരു അനാർജസിക് അല്ലെങ്കിൽ അനസ്തെറ്റിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നൈട്രസ് ഓക്സൈഡ് ഗ്യാസ് ആണ്. അപ്പൊ ഓരോ ഗ്യാസിനും അതിൻ്റെതായ ചില ഇന്റൻഷണൽ പർപ്പസുകളുണ്ട്. അപ്പൊ ഈ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കംപ്രസ്ഡ് ഗ്യാസുകളും അതിൻ്റെതായ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ളത് തന്നെയാണോ, ഒന്ന് മാറിപ്പോയിട്ടില്ല എന്നൊക്കെ ഉറപ്പുവരുത്തണം.
അതുപോലെ തന്നെ ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡിഫൈൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ്. അതുപോലെ നമ്മൾ ഇത്തരം മെഡിക്കൽ വാഹനത്തിന്റെ വിതരണം കൃത്യമായിട്ടുള്ള എന്താണ് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സുകൾക്ക് അനുസൃതമായിക്കൊണ്ട് തന്നെയാണെന്ന് എന്ത് ചെയ്യണം, ഉറപ്പാക്കണം കേട്ടോ. അതിനൊക്കെ അതിൻ്റെതായ ഹോസ്പിറ്റൽ പോളിസികളുണ്ട്, പ്രൊസീജിയറുകളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അതിനനുസരിച്ച് കൊണ്ട് വേണം നമ്മൾ ഇത്തരം വാഹന വിതരണം ഉറപ്പുവരുത്താനായിട്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. നമ്മൾ പഠിച്ചിരുന്നു MSDS അല്ലെ, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. എന്തായിരുന്നു അത്? ഇറ്റ് പ്രൊവൈഡ്സ് ദ ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ദ കണ്ടന്റ് ഇൻ ദ സിലിണ്ടർ. ആ ഒരു സിലിണ്ടറിനകത്ത് ആ ഗ്യാസിനെ പറ്റിയിട്ടുള്ള എല്ലാ ബേസിക് ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷീറ്റാണ് എന്ത്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ്സ് that is applicable emergency response plan or other relevant literature is made quickly available to the staff. അപ്പൊ നമുക്കറിയാം നമ്മുടെ എമർജൻസി റെസ്പോൺസ് പ്ലാനിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ ആ കംപ്രസ്ഡ് ഗ്യാസ് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ഉണ്ടായിരിക്കണം. കാരണം അതിനകത്ത് ഈ ഒരു ഗ്യാസിന്റെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇനി എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അതിനെങ്ങനെ സർവൈവ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ടായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റുകള് എന്താണ് എല്ലായിടത്തും ലഭ്യമാക്കിയിരിക്കണം. കാര്യം ദിസ് യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് എമർജൻസി റെസ്പോൺസ് പ്ലാൻ. എന്തെങ്കിലും എമർജൻസിയുടെ ഭാഗമായിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താണ്, അതർ റിലവന്റ് ലിറ്ററേച്ചർ ഈസ് മേഡ് ക്വിക്ലി അവൈലബിൾ ടു സ്റ്റാഫ്. അതുപോലെ നമ്മൾ ഈ ഒരു കംപ്രസ്ഡ് ഗ്യാസുകൾ ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട റിലവന്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അവിടുത്തെ സ്റ്റാഫുകൾക്ക് എത്തിയിരിക്കണം, ലഭ്യമാക്കിയിരിക്കണം. ഓക്കെ, അതൊക്കെ ആരും ഉറപ്പാക്കണം? നമ്മുടെ സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് നോക്കിയേ, പ്രൊവൈഡ് സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് വിത്ത് നെസസറി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടേക്ക് പ്രവേശിക്കുന്ന മറ്റ് വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ആവശ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും ആർക്കാണുള്ളത്? സൂപ്പർവൈസർക്കാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, പ്രൊവൈഡ് ആക്ട് സൂപ്പർവിഷൻ ഓഫ് ദ സ്റ്റാഫ് എന്നാണ് കേട്ടോ. സ്റ്റാഫാണ് അവിടെ വന്നിരിക്കുന്നത്, സ്റ്റാഫ് എന്നാണ് കേട്ടോ. പ്രൊവൈഡ് ആക്ട് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ്. എല്ലാ സ്റ്റാഫുകൾക്കും അവർ എന്ത് കൊടുക്കുക? സൂപ്പർവിഷൻ കൊടുക്കുക അല്ലെ. അവരെ സൂപ്പർവൈസ് ചെയ്യാം. അവർക്ക് നല്ല രീതിയിൽ ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ്, ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുന്നത് ആരാണ്? സൂപ്പർവൈസർ. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്, എൻഷുവർ സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് adhere to applicable occupational health and safety regulations for the use of compressed gases. അതായത് നമ്മൾ അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകള്, അതുപോലെ തന്നെ അവിടേക്ക് വരുന്ന മറ്റു വിസിറ്റേഴ്സ്, അതായത് ഈ ഒരു മെഡിക്കൽ ഗ്യാസുകളുമായിട്ടൊക്കെ എന്താണ് ഇടപെടുന്ന മറ്റു വിസിറ്റേഴ്സുകളൊക്കെ അവരെല്ലാവരും തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് അല്ലെ. ഒക്യുപേഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്കറിയാം ഈ ഭയങ്കരമായിട്ടുള്ള ആസ്മാറ്റിക് പ്രോബ്ലംസ് ഒക്കെയുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത്തരം മെഡിക്കൽ ഗ്യാസുകളുമായിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ വരും അല്ലെ. അതായത് നമ്മൾ ഓരോ ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എന്താണ് ഒരു ഹെൽത്ത് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു കംപ്രസ്ഡ് ഗ്യാസസ് കെമിക്കൽസ് ഇങ്ങനെയൊക്കെയുള്ളതായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ അലർജിക് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അതുമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല, അവർക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്ലിക്കബിൾ ഒക്യുപേഷണൽ ഹെൽത്ത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അതുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഹെൽത്ത് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ സേഫ്റ്റി റെഗുലേഷൻസ് ഫോർ ദ യൂസ് ഓഫ് കംപ്രസ്ഡ് ഗ്യാസസ്, അതുപോലെ ഇത്തരം കംപ്രസ്ഡ് ഗ്യാസസുകൾ ഉപയോഗിക്കുന്നതിനായിട്ടുള്ള എല്ലാ സേഫ്റ്റി റെഗുലേഷൻസുകളും അത് പാലിക്കുന്നുണ്ടോ എന്നെല്ലാം തന്നെ ഉറപ്പാക്കേണ്ടത് സൂപ്പർവൈസർ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? എളുപ്പമാണ് കേട്ടോ അതൊക്കെ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ് ടു ഡിറ്റർമിൻ ദ കോസ് ആൻഡ് ടു ഡെവലപ്പ് ആക്റ്റീവ് പ്രിവെന്റീവ് മെഷേഴ്സ് ടു ലെസൺ എ റിക്കറൻസ്. അതായത് ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ് ടു ഡിറ്റർമിൻ ദ കോസ് അല്ലെ. ഇപ്പോ എന്തെങ്കിലും ഈ കംപ്രസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ
എന്തായിരിക്കും? എന്തെങ്കിലും മോശപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളായിരിക്കാം. ഓക്കെ, അപ്പൊ അത്തരം ഇൻസിഡൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇൻസിഡൻസുകൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അതിനെപ്പറ്റി കൃത്യമായിട്ട് അന്വേഷിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിറ്റർമിൻ ദ കോസ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അതിന്റെ കാരണം എന്താണ്, അത് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കണം? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരിക്കണം. അതോടൊപ്പം ടു ഡെവലപ്പ് ആക്ട് പ്രിവെന്റീവ് മെഷേഴ്സ് ടു ലെസൺ അത്തരം സംഭവങ്ങള് റിക്കർ ചെയ്യാതിരിക്കാനായിട്ട്, അതായത് ആവർത്തിക്കാതിരിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകൾ കൂടെ എടുത്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കിയേ, കീപ് ആക്ട് റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു ദ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് ഓഫ് കംപ്രസ്ഡ് ഗ്യാസ് that includes an up-to-date inventory, training records and reported incidents. അതുപോലെ നമ്മൾ ഈ കംപ്രസ്ഡ് ഗ്യാസ് കൈകാര്യം ചെയ്യുന്നതും ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ റെക്കോർഡുകളും അവിടെ എന്തായിരിക്കണം? കീപ്പ് ചെയ്തിരിക്കണം. എല്ലാ റെക്കോർഡുകളും നിർബന്ധമായിട്ടും അവിടെ കീപ്പ് ചെയ്തിരിക്കണം. എന്തൊക്കെ റെക്കോർഡുകളാണ്? എങ്ങനെയുള്ള റെക്കോർഡുകളാണ്? അപ് ടു ഡേറ്റ് ഇൻവെന്ററി റെക്കോർഡ്സ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് ആണ് അല്ലെ? അതായത് അതിന്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് റെക്കോർഡുകള്, അതുപോലെ ട്രെയിനിങ് റെക്കോർഡുകൾ അല്ലെ, അത് നമുക്ക് സ്റ്റാഫുകൾക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ട്രെയിനിങ് റെക്കോർഡുകള്, അതുപോലെ തന്നെ റിപ്പോർട്ടഡ് ഇൻസിഡൻസ്, അതുമായിട്ട് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം റിപ്പോർട്ടഡ് ഇൻസിഡൻസിന്റെ റെക്കോർഡുകളും എവിടെ സൂക്ഷിച്ചിരിക്കണം? ഈ പറയുന്ന ഹോസ്പിറ്റലിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. അത് എന്ത് ചെയ്യണം? അത് സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞ കംപ്രസ്ഡ് ഗ്യാസുകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ റെക്കോർഡുകളും, അപ് ടു ഡേറ്റ് ഇൻവെന്ററി റെക്കോർഡുകൾ, ട്രെയിനിങ് റെക്കോർഡുകൾ, റിപ്പോർട്ടഡ് ഇൻസിഡൻസ്, ഇതെല്ലാം തന്നെ അവിടെ കീപ്പ് ചെയ്തിരിക്കണം. ഇതെല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? ഒരു സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇൻചാർജ്, അദ്ദേഹത്തിന്റെ കീഴിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ഈ പറയുന്ന മെഡിക്കൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഓരോ മെഡിക്കൽ വാഹനങ്ങളും അതിൻ്റെതായ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ളതാണെന്ന് ഉറപ്പാക്കണം. പിന്നെ ആ മെഡിക്കൽ വാതക വിതരണം നമ്മൾ കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും അനുസരിച്ചുകൊണ്ടായിരിക്കും നടത്തേണ്ടത്. പിന്നെ ഈ പറയുന്ന മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റുകള്, പിന്നെ ഈ പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട റിലവന്റ് ഡീറ്റെയിൽസുകൾ എല്ലാം തന്നെ സ്റ്റാഫുകൾക്ക് എപ്പോഴും അവൈലബിൾ ആക്കിയിരിക്കണം. പിന്നെ ഈ പറയുന്ന അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകള് അവിടേക്ക് വരുന്ന വിസിറ്റേഴ്സിനെല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ അവരുടെ കീഴിലുള്ള സ്റ്റാഫുകൾക്ക് വേണ്ട എല്ലാ മേൽനോട്ടം വഹിക്കണം. പിന്നെ ഈ പറയുന്ന സ്റ്റാഫുകളും വിസിറ്റേഴ്സുകളും എല്ലാം തന്നെ ഒരു ഒക്യുപേഷണൽ ഹെൽത്ത്, അതുമായിട്ട് ഡീൽ ചെയ്യാനുള്ള ഒരു ഹെൽത്തും അതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. പിന്നെ ഈ പറയുന്ന പോലെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസിഡൻസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട എന്തെങ്കിലും ഇൻസിഡൻസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അത് പിന്നീട് ആവർത്തിക്കാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകൾ എടുക്കുക. പിന്നെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങളൊന്ന് ഓടിച്ച് വായിച്ചു നോക്കുക കേട്ടോ. ആ പോയിന്റുകളെല്ലാം തന്നെ നോക്കുക. എന്നിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അറിയാം. ഇതിനെങ്ങനെ ചോദ്യം വരിക? ഒരു സൂപ്പർവൈസർ, ഒരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്, അല്ലെങ്കിൽ അതിൽ പെടാത്തത് ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ പോയിന്റുകൾ എവിടെയെങ്കിലും വായിച്ചൊരു പരിചയം ഉണ്ടായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഏതാണ്ട് ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? പോയിന്റുകളൊക്കെ മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് സൂപ്പർവൈസറുടെ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ് കേട്ടോ. മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്.
അപ്പൊ നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം ഒക്കെ നേരത്തെ പഠിച്ചതാണ് അല്ലെ. നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ സോഴ്സിനോട് അനുബന്ധിച്ച് കാണുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഗ്യാസ് സിലിണ്ടറുകളും അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ പാനലും അലാം സംവിധാനങ്ങളും നമ്മുടെ പൈപ്പിംഗ് നെറ്റ്വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മാനിഫോൾഡ് സിസ്റ്റത്തിലാണ് അല്ലെ. ഓക്കെ, അപ്പൊ അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് നോക്കുന്ന വ്യക്തിയാണ് മാനിഫോൾഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. ഫസ്റ്റ് ടൈം ഇൻ ദ മോർണിംഗ് he will make sure that all the cylinders in the manifold rooms are okay. അല്ലെ, ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒരു മാനിഫോൾഡ് ഓപ്പറേറ്റർ രാവിലെ വരുന്ന സമയത്ത് തന്നെ മാനിഫോൾഡ് ഏരിയയിലെ എല്ലാ സിലിണ്ടറുകളും ഓക്കെ ആണ് അല്ലെങ്കിൽ സേഫ് ആണ്, വേറെ ഇഷ്യൂസുകളൊന്നുമില്ല എന്ന് അദ്ദേഹം എന്ത് ചെയ്യണം, ഉറപ്പാക്കണം അല്ലെ. രാവിലെ തന്നെ വന്നിട്ട് അദ്ദേഹം അത് എന്ത് ചെയ്യണം, ഷുഗർ ചെയ്യണം അല്ലെ. he will make sure that all the cylinders in the manifold rooms are okay. ഓക്കെ, അടുത്ത എന്താണ്, he will open the number of cylinders to ensure the correct pressure in the pipelines. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ മെഡിക്കൽ ഗ്യാസുകളും സപ്ലൈ ചെയ്യുന്നത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അല്ലെ. ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ മെഡിക്കൽ ഗ്യാസുകളെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിൽ ഒരു കറക്റ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സിലിണ്ടറുകൾ ഓപ്പൺ ചെയ്ത് വെക്കേണ്ടതാണ് മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. ഇത്ര പ്രഷറിൽ പോകണമെങ്കിൽ ചിലപ്പോൾ ഇത്ര സിലിണ്ടറുകൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കണം അല്ലെ. അപ്പോ ഈ പറയുന്ന പൈപ്പ് ലൈൻ സംവിധാനങ്ങളിൽ ഒരു കറക്റ്റ് പ്രഷർ ഉറപ്പുവരുത്താനായിട്ട്, കറക്റ്റ് പ്രഷറിൽ നമുക്ക് സപ്ലൈ ഉറപ്പുവരുത്താനായിട്ട് ആവശ്യമായിട്ടുള്ള സിലിണ്ടറുകൾ എത്ര ഉണ്ടോ അതൊക്കെ തന്നെ ഓപ്പൺ ചെയ്ത് വെക്കേണ്ടത് ആരാണ്, മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ് കേട്ടോ. അടുത്തത് എന്താണ്, he will be using cylinders from one side of the manifold cylinders bank, ബ്രാക്കറ്റിൽ റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ് കേട്ടോ. അത് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് രണ്ട് സിലിണ്ടറുകളാണ് നമ്മൾ, രണ്ട് ബാങ്കുകളിലായിട്ടാണ് നമ്മൾ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം മറ്റൊന്നിന്റെ ബാക്കപ്പ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് ഒരു സമയത്ത് നമ്മൾ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന്, ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള സിലിണ്ടേഴ്സുകളാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അവിടെ നിന്ന് ഇവിടെ നിന്നും അങ്ങനെ ഇങ്ങനെയായിട്ടല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ബാങ്ക് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ആണ്, ഒരു സൈഡ്, ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡ് ഏത് സൈഡ് വേണമെങ്കിലും ആവാം. അപ്പൊ അതിന് ഒരു സമയം നമ്മൾ ഒരു ബാങ്ക്, ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള സിലിണ്ടേഴ്സുകളാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. ഓക്കെ, അവിടുത്തെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സെക്കൻഡ് സൈഡില്, അതിപ്പോ റൈറ്റോ ലെഫ്റ്റോ ആയിരിക്കാം, ആ സൈഡില് ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് സിലിണ്ടറുകൾ ഉപയോഗിക്കും. മനസ്സിലായല്ലോ? അതാണ് അവിടെ പറഞ്ഞത്. he will be using cylinders from one side of the manifold cylinders. റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡ് അത് കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള സിസ്റ്റത്തിലെ സിലിണ്ടേഴ്സുകൾ കംപ്ലീറ്റ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ഉപയോഗിക്കാം, റൈറ്റ് സൈഡിലെ സിലിണ്ടേഴ്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്, സിലിണ്ടർ, ഇതൊക്കെ ആര് ചെയ്യേണ്ടതാണ്, മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, the cylinders of the other side should be dispatched as soon as all the cylinders of that bank are empty. അതായത് നമ്മളിപ്പോ ഏത് സൈഡിലെ സിലിണ്ടേഴ്സുകളാണ് ഉപയോഗപ്പെടുത്തുന്നത് അത് കംപ്ലീറ്റ് ചെയ്ത് എംപ്റ്റി ആയതിനു ശേഷം, കാലി ആയതിനു ശേഷം മാത്രമേ നമ്മൾ മറു സൈഡിലുള്ള സിലിണ്ടറുകളെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ, ഉപയോഗപ്പെടുത്താനായിട്ട് പാടുള്ളൂ. ഓക്കെ, പിന്നെ വരുന്ന എന്താന്ന് വെച്ചാൽ, he will check all cylinders for the leakage using the soap water mixture. അത് മാത്രമല്ല എല്ലാ സിലിണ്ടറുകളിലും എന്ത് ചെയ്യണം, ലീക്കേജ് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി ആണത്. അതിന് എന്ത് ഉപയോഗിക്കാം, സോപ്പ് വാട്ടർ മിക്സ്ചർ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നേക്കഡ് ഫ്ലെയിം ഒന്നും ഉപയോഗിച്ച് എന്ത് ചെയ്യരുത്, ലീക്കേജ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല അല്ലെ. സോപ്പ് വാട്ടർ മിക്സ്ചർ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാല് ബബിൾസ് ഒക്കെ ഫോം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം, അവിടെ ലീക്കേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ ടയറിലൊക്കെ പഞ്ചർ അറിയാനായിട്ട് അങ്ങനെ തന്നെയല്ലേ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സോപ്പ് വാട്ടർ മിക്സ് ചെയ്തിട്ട് നമ്മൾ സിമ്പിൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വരെ ബബിൾസ് എന്തെങ്കിലും ഫോം ചെയ്യുന്നുണ്ടോ നോക്കാം, അത് ലീക്കേജ് ഉണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണ്. നമ്മളൊരു നേക്കഡ് ഫ്ലെയിം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ സോപ്പ് വാട്ടർ മിക്സിനാകുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആരാണ്, ഈ പറയുന്ന മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത്, he will maintain a stock of needed instruments with him in the manifold room. അതുകൂടാതെ ഈ ഒരു മാനിഫോൾഡ് റൂമില് ഈ സിലിണ്ടറുകളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതായിട്ട് വരും, എക്സ്ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും.
അല്ലെ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത്യാവശ്യം ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നീഡഡ് ഇൻസ്ട്രുമെന്റ്സുകൾ ആരുടെ കൈവശം ഉണ്ടായിരിക്കണം? മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹം അതിനാവശ്യമായിട്ടുള്ള നീഡഡ് ഇൻസ്ട്രുമെന്റ്സുകൾ എല്ലാം തന്നെ മാനിഫോൾഡ് റൂമിനകത്ത് എന്ത് ചെയ്തിരിക്കണം? സ്റ്റോർ ചെയ്തിരിക്കണം. Okay, he will maintain a stock of needed instruments with him in the manifold room. Okay. അടുത്തത്, after checking the many room, he has to take a round of the hospital to see all the outlets by him and to find out its exact functioning from the staff appointed. ഇനി ഇതെല്ലാം തന്നെ ഇനീഷ്യലി ചെയ്യേണ്ട കുറെ ചെക്കിങ്ങും കാര്യങ്ങളാണ് ഇത്രയും നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ അങ്ങനെ പല റൂമുകളൊക്കെ അദ്ദേഹം ചെക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യണം? മൊത്തത്തിൽ ഒരു ഹോസ്പിറ്റൽ റൗണ്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സീ ഓൾ ദ ഔട്ട്ലെറ്റ്സ്, എല്ലാ ഔട്ട്ലെറ്റുകൾ ചെക്ക് ചെയ്യാനായിട്ട്. ഔട്ട്ലെറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അത് മാനിഫോൾഡ് റൂമിലല്ല, അത് നമ്മൾ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ റൂമുകളിലും നമ്മൾ പോകണം. അവിടെ ഒന്ന് ഓൾ റൗണ്ട് ചെയ്ത് നോക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സീ ഓൾ ദ ഔട്ട്ലെറ്റ്സ് ബൈ ഔട്ട്ലെറ്റ്സിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന ഗ്യാസിനെ പുറത്തോട്ട് സപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്തരം ഔട്ട്ലെറ്റുകളൊക്കെ ഒന്നും കാണുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നതിനായിട്ട് മാനിഫോൾഡ് ഓപ്പറേറ്റർ ഒന്ന് റൗണ്ട് ചെയ്യുക. അതിനുശേഷം ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് എക്സാക്ട് ഫംഗ്ഷനിങ് ഫ്രം ദി സ്റ്റാഫ് അപ്പോയിന്റഡ്. ഇനിയിപ്പോ അദ്ദേഹത്തിന് നോക്കി എത്താൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ അവിടെ മറ്റേതെങ്കിലും സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും അതിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ് ഒക്കെ ഉറപ്പുവരുത്തണം കേട്ടോ. ഒരു മാനിഫോൾഡ് ഓപ്പറേറ്റർ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഇവിടുന്ന് സപ്ലൈ പോകുന്ന ഓരോ റൂമിലേക്കും അവരുടെ ഔട്ട്ലെറ്റുകളൊക്കെ സേഫ് ആണോ, അത് പ്രോപ്പർ ആയിട്ട് അത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആര് ചെക്ക് ചെയ്തിരിക്കണം? മാനിഫോൾഡ് ഓപ്പറേറ്റർ ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ. അടുത്തതോ, he will repair or arrange to repair any deficiency in the outlets or in the pipeline that includes main manifold room. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ റൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഔട്ട്ലെറ്റുകളുടെ എന്തെങ്കിലും റിപ്പയറിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കേടുപാടുകളോ ശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള മറ്റേതെങ്കിലും അറേഞ്ച്മെന്റ്സുകൾ അദ്ദേഹം ചെയ്തിരിക്കണം. അതുപോലെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യണം. ഇൻക്ലൂഡ്സ് ദ മെയിൻ മാനിഫോൾഡ്. അദ്ദേഹത്തിന്റെ മാനിഫോൾഡ് റൂം ഉൾപ്പെടെ ഈ പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ എവിടേക്കൊക്കെ പോകുന്നുണ്ടോ അവിടെ എല്ലാം തന്നെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഉടനടി ഇത് റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള അറേഞ്ച്മെന്റ്സുകളൊക്കെ ചെയ്യേണ്ടത് മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ. അടുത്തത് എന്താണ്? He will place order for refilling of the cylinders in consultation with the authorizer officer. അതുപോലെ എംപ്റ്റി ആയിട്ടുള്ള സിലിണ്ടർ ഉണ്ടായിരിക്കും. കാലിയായിട്ടുള്ള സിലിണ്ടറുകൾ എല്ലാം തന്നെ റീഫിൽ ചെയ്യാനുള്ള ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതും മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. അത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനത്തിന്റെ പുറത്ത് ചെയ്യരുത്. ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഓതറൈസ്ഡ് ഓഫീസർ കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഓതറൈസ്ഡ് ഓഫീസറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന കാലിയായിട്ടുള്ള സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുക്കുക. ആര് കൊടുക്കണം? മാനിഫോൾഡ് ഓപ്പറേറ്റർ കൊടുക്കണം, അണ്ടർ ദ സപ്പോർട്ട് ഓഫ് ഓതറൈസ്ഡ് ഓഫീസർ കേട്ടോ. ഓക്കെ. അടുത്തത് എന്താണ്? He will also look after of the nitrous cylinders in the operation theaters if there is no central supply of this gas. He will also make sure that the supply of oxygen in other areas without the central pipeline. അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഏതെങ്കിലും കാരണവശാല് ഇപ്പൊ ഒരു പൈപ്പ് ലൈൻ ആ ഒരു സപ്ലൈ ഇല്ലാത്ത ഏതെങ്കിലും ഏരിയകളിൽ നമുക്ക് മെഡിക്കൽ ഗ്യാസുകൾ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടത്തേക്ക് സിലിണ്ടറുകളൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി മാനിഫോൾഡ് ഓപ്പറേറ്റർക്കാണ്. നമുക്ക് ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനം ഉള്ളതുകൊണ്ട് സിലിണ്ടറുകളൊന്നും പൊക്കിക്കൊണ്ട് പോകേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. പക്ഷെ എങ്കിലും ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററുകളിലൊക്കെ നമുക്കറിയാം നൈട്രസ് സിലിണ്ടറുകൾ ആവശ്യമായിട്ട് വരും. കാര്യം നമ്മുടെ അനസ്തെറ്റിക് ഗ്യാസ് ആയിട്ട് അനാൽജസിക് ആയിട്ട് നമ്മൾ ഈ ഒരു മെഡിക്കൽ വാതകം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ അവിടെ ഒരു സെൻട്രൽ സപ്ലൈ ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൻട്രൽ സപ്ലൈക്ക് എന്തെങ്കിലും കേടുപാടുകളോ ഇഷ്യൂസുകളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സപ്ലൈ ഉറപ്പാക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കേസുകൾ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടത്തേക്ക് സിലിണ്ടറുകൾ എത്തിച്ചു കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ഈ പറയുന്ന മാനിഫോൾഡ് ഓപ്പറേറ്റർ കേട്ടോ. He will also make sure that the supply of oxygen in other areas without a central pipeline. ഇപ്പൊ ഏത് ഗ്യാസ് ആയിക്കോട്ടെ, സെൻട്രൽ പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ ഇല്ലാത്ത എത്തിപ്പെടാത്ത ഏതെങ്കിലും ഏരിയകളിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്ന പക്ഷം ഇവിടത്തേക്ക് സിലിണ്ടറുകൾ എത്തിച്ചു കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? മാനിഫോൾഡ് ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ. അടുത്ത പോയിന്റ് ഇതാണ്. He will also help the OT technician in the maintenance of the boils machine.
OT എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, വോയിസ് മെഷീൻ. എന്താണ് വോയിസ് മെഷീൻ എന്ന് പറഞ്ഞാല്? അതൊരു മെഡിക്കൽ ഡിവൈസ് ആണ് കേട്ടോ. ഇറ്റ് ഇസ് എ മെഡിക്കൽ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡെലിവർ ദ അനസ്തെറ്റിക് ഗ്യാസ് ആൻഡ് ഓക്സിജൻ ടു പേഷ്യൻസ്. നമ്മൾ കൂടുതൽ അത് ഉപയോഗിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററുകളിലൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. അതായത് ഈ എന്താ പറയാ, പേഷ്യൻസിന് ഓക്സിജൻ അതുപോലെ തന്നെ മറ്റുള്ള മെഡിക്കൽ ഗ്യാസുകളൊക്കെ ഡെലിവറി ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് കേട്ടോ. വോയിസ് മെഷീൻ ആണ് പറയുക. അപ്പൊ ഈ വോയിസ് മെഷീനൊക്കെ കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടത്താനായിട്ട് ആര് സഹായിക്കാം? ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനെ സഹായിക്കാം. എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ്, അതൊരു സെക്കൻഡറി എക്യുപ്മെന്റ് ആണ് ശരിക്കും. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന് ഓക്സിജൻ ഒക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതും മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ ആൾട്ടറിംഗ് ദ വാർഡ്സ് സിലിണ്ടർ ഈസ് ആൾസോ ഹിസ് ഡ്യൂട്ടി. അപ്പൊ വാർഡുകളിലൊക്കെ സിലിണ്ടറുകളുടെ വിതരണം അല്ലെങ്കിൽ സിലിണ്ടറുകളൊക്കെ നമുക്ക് എന്തെങ്കിലും മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം മാനിഫോൾഡ് ഓപ്പറേറ്റർ ഉണ്ട് കേട്ടോ. ആൾട്ടറിംഗ് ദ വാർഡ്സ് സിലിണ്ടർ ഈസ് ആൾസോ ഹിസ് ഡ്യൂട്ടി. മാനിഫോൾഡ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ മാനിഫോൾഡ് റൂമിൽ മാത്രമല്ല അയാളുടെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നത്. അപ്പൊ വാർഡുകളിലൊക്കെ എന്തെങ്കിലും കാരണവശാല് സിലിണ്ടറുകൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരികയൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ആര് പ്രവർത്തിക്കണം? മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ മാനിഫോൾഡ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ മാനിഫോൾഡ് റൂമിലെ ഏരിയ, ആ റൂമിലെ കാര്യങ്ങൾ മാത്രമല്ല നോക്കേണ്ടത്. കാരണം ഇവിടെ നിന്ന് സപ്ലൈ പോകുന്നത് പല ഏരിയകളിലേക്കാണ്. അപ്പൊ അവിടേക്ക് റൗണ്ട്സ് ചെയ്ത് അവിടുത്തെ ഔട്ട്ലെറ്റുകളൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും വാർഡുകളിലോ റൂമുകളിലോ ഒക്കെ എന്തെങ്കിലും കാരണവശാല് സിലിണ്ടറുകൾ വല്ലത് മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ പാതകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി മാനിഫോൾഡ് ഓപ്പറേറ്ററിനുണ്ട്. Then അടുത്തത് all the major problems are to be brought to the administrators soon. അതുപോലെ നമ്മൾ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കേണ്ടതും അത് തന്നെയാണ് മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? പോയിന്റുകളൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ഓടിച്ച് വായിച്ചു നോക്കുക. അതിന്റെ ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാനോ മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാം കേട്ടോ. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായില്ല അല്ലേ? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് ടൈം ഇൻ ദ മോർണിംഗ് ഹി വിൽ മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ സിലിണ്ടേഴ്സ് ഇൻ ദ മാനിഫോൾഡ് റൂംസ് ആർ ഓക്കെ. മാനിഫോൾഡ് റൂമിലാണല്ലോ നമ്മൾ എല്ലാ സിലിണ്ടറുകളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യണം? മാനിഫോൾഡ് ഓപ്പറേറ്റർ രാവിലെ വരുന്ന സമയത്ത് തന്നെ മാനിഫോൾഡ് റൂമിലുള്ള എല്ലാ സിലിണ്ടറുകളും ഓക്കെ ആണ്, ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അതാണ് ആദ്യത്തെ പോയിന്റ്. പ്രശ്നങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തില് നിങ്ങള് ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നത് ആ ഒരു ഫ്രണ്ട് പോർഷൻസിലായിട്ടാണ് കേട്ടോ. മെഡിക്കൽ അതിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. മെഡിക്കൽ ഗ്യാസുകൾ ഏതെണ്ണം പഠിച്ചിട്ടുണ്ട്, അതിന്റെ യൂസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഒരു മെഡിക്കൽ ഗ്യാസ് തന്നിട്ട് അതിന്റെ യൂസ് നിങ്ങളോട് ചോദിക്കും. പിന്നെ വന്നിട്ട് നമ്മുടെ കളർ കോഡ് ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കളർ കോഡിങ് പഠിച്ചു വെക്കണം, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ കമ്പോണന്റുകൾ കേട്ടോ, കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. 6 കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അതുപോലെ തന്നെ പൈപ്പ് ലൈനിന് നമ്മൾ പൈപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു കോപ്പർ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്.
അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. പിന്നെ വരുന്നത് എളുപ്പമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സെയിം പ്രാക്ടീസസ് ആണ്. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ റെഗുലേറ്റർ എന്താണ് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ. തുടക്ക ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ കേട്ടോ. അവസാനത്തെ ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് അല്ലാതല്ല ഞാൻ പറഞ്ഞത്. തുടക്ക ഭാഗങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വന്ന് കണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ റെസ്പോൺസിബിലിറ്റി, സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ വായിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പുതിയ ചാപ്റ്റർ തുടങ്ങല്ലേ നമുക്ക്. ഇനിയൊരു വലിയൊരു ചാപ്റ്റർ നമുക്ക് എടുക്കാനുണ്ട്. ചാപ്റ്ററിന്റെ പേര് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നാണ് കേട്ടോ. 7ാമത്തെ ചാപ്റ്റർ ആണ്. 4th മൊഡ്യൂള് 7th ചാപ്റ്റർ കേട്ടോ. ഓക്കെ, അത് നോക്കാം. യെസ്, ചാപ്റ്റർ നമ്പർ 7 ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ആ ഒരു ചാപ്റ്റർ ആണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ഈ ചാപ്റ്റർ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ 3rd മൊഡ്യൂളിനകത്ത് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ലേ? അഷ്വറൻസ് അല്ലേ ചാപ്റ്റർ എടുത്തത് അല്ലെ? ആ ഒരു ചാപ്റ്ററുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ക്വാളിറ്റി മാനേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നന്നായി. അതും ഇതും കൂടെ ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതും ഇതുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിലെ കുറെ കണ്ടന്റുകൾ തന്നെയാണ് ഇവിടെ വരുന്നുണ്ട്. കുറെ അതിലെന്താ എനിക്ക് തോന്നുന്നു NABH നിങ്ങൾ പഠിക്കുന്നുണ്ട്. JCA നെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അവിടേക്ക് എത്തിയായിരുന്നോ? JCA അവിടേക്ക് എത്തിയായിരുന്നോ? NABH പഠിച്ചോ? ഓക്കെ, NABH, JCA അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നില്ലേ? ആ സെയിം കണ്ടന്റ് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ JCA നെ പറ്റി ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ JCA നെ പറ്റിയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു. പിന്നെ NABH കണ്ടന്റുകൾ സെയിം തന്നെയാണ്. അതേ സെയിം കണ്ടന്റ് തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിന് കേട്ടോ. പിന്നെ നിങ്ങൾ അവിടെ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ ആ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. അത് തുടങ്ങിയായിരുന്നോ? 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ആ 32 അതാണ് ഇനി എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ അതേ 32 എണ്ണത്തിന്റെ തന്നെ ഫോർമുലകൾ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാറുണ്ട്. അവിടെ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ പരിചയപ്പെടും. അതിന്റെ ഫോർമുലകളാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ NABH അതുപോലെ JCA ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അത്രയൊക്കെ കാര്യമുള്ളൂ. പിന്നെ ആ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി പഠിച്ചിരുന്നു. തുടക്കം തന്നെ അതാ പഠിച്ചത് അല്ലെ? ക്വാളിറ്റി കൺട്രോൾ, ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷ്വറൻസ് അങ്ങനെ കുറെ ഭാഗങ്ങൾ കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ആ സെയിം സാധനം തന്നെ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമാധാനം കിട്ടിയില്ല. അവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പൊ നമുക്കത് നോക്കാം. ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം അല്ലെ? ഇപ്പൊ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ ഹോസ്പിറ്റലാണ് അല്ലെ? അപ്പൊ ഒരു ഹോസ്പിറ്റല് അവര് എന്ത് സർവീസുകൾ കൊടുക്കുകയാണെങ്കിലും അതിൽ എന്ത് ഉറപ്പ് വരുത്തിയിരിക്കണം? ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിരിക്കണം അല്ലെ? അതിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ക്വാളിറ്റി എന്താണ് അല്ലെ? ക്വാളിറ്റി അഷ്വറൻസ് എന്താണ്? ക്വാളിറ്റി കൺട്രോൾ എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്താണ്? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വളരെ ക്വാളിറ്റി ഉള്ള സർവീസ് ആയിരിക്കണം. ഇപ്പൊ അതിപ്പോ ഒരു ഹോസ്പിറ്റലിൽ നിന്നല്ല, ഏതൊരു ഓർഗനൈസേഷൻ എന്തൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എന്തൊരു സർവീസ് കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് അത്തരം സേവനങ്ങൾ കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് വെച്ചിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകൾ അല്ലെ? അപ്പൊ അത്തരം സ്റ്റാൻഡേർഡുകൾ എന്ത് ചെയ്യണം? നമ്മൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഈ പറയുന്ന സേവനങ്ങള്, അതുപോലെ സേവനങ്ങളായിക്കോട്ടെ പ്രോഡക്റ്റുകളായിക്കോട്ടെ അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വാളിറ്റി അഷ്വർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നല്ലൊരു ക്വാളിറ്റി സേവനങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുള്ളൂ? അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ അല്ലെ? ഒരു അംഗീകാരം നമുക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചാപ്റ്റർ തന്നെയാണ്. അതുപോലത്തെ തന്നെ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ആദ്യം തന്നെ പറയുന്നത് വാട്ട് ഈസ് ക്വാളിറ്റി?
എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ക്വാളിറ്റി എന്ന് നമ്മളോട് ചോദിക്കാണ്. എന്താണ് ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്ത് പറയും? നിങ്ങൾ എന്ത് പറയും? എന്താ ക്വാളിറ്റി എന്ന് പറഞ്ഞേ? നിങ്ങളോട് ചോദിക്കാണ്. ഒരു പ്രോഡക്റ്റ്, ഒരു സർവീസിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. എല്ലാരും ഉറങ്ങാണെന്ന് നോക്കുന്നു അല്ലെ? ഉറങ്ങാണോ? അല്ല. അപ്പൊ ഒന്ന് പറഞ്ഞേ എന്താ ക്വാളിറ്റി? എന്ത് പറഞ്ഞോ, അതൊന്നും കുഴപ്പമില്ല. ഗുണമേന്മ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അതിന്റെ യൂസ്. ഓക്കെ, എന്റെ യൂസിനെ ക്വാളിറ്റി പറയും. സാറ്റിസ്ഫാക്ഷൻ, എന്താ പറയുക? സാറ്റിസ്ഫാക്ഷൻ. നവീന പറഞ്ഞു ബെറ്റർ സാധനം. ഓക്കെ, ബെറ്റർ ആയിട്ടുള്ള സാധനം. അത് തന്നെയാണ് നമ്മൾ സാധാരണക്കാർ അങ്ങനെ പറഞ്ഞു അല്ലെ, ക്വാളിറ്റി എന്താണ്? പ്രൈസ് കുറവ്, ഗുണം കൂടുതൽ. ഓക്കെ ശ്രീലക്ഷ്മി, അതെ നല്ലൊരു. ശരിയാണ്, നമുക്ക് പരമാവധി കോസ്റ്റ് കുറച്ച് എന്നാൽ നമുക്ക് ക്വാളിറ്റിയില് അല്ലെ, നമുക്ക് അതിന്റെ ഗുണമേന്മയിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ ഒരു പ്രോഡക്റ്റ്, ഒരു സർവീസ് കിട്ടുമ്പോഴാണ് നമുക്കത് ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിട്ട് മാറുന്നത് അല്ലെ. അത് തന്നെയാണ് ക്വാളിറ്റി. എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നോക്കാം, വാട്ട് ഈസ് ക്വാളിറ്റി? ടു ദ ഓർഡിനറി പേഴ്സൺ, quality is how good something is. This can be a service. Example, canteen service or a product like a restaurant. A person's judgment about a service or product that relies on what he hopes for it or from it. Some of the words used to explain quality are. എന്ന് പറഞ്ഞ് കുറച്ച് വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കൂടുതലൊന്നും പറയാനില്ല. എന്താണ് ഇപ്പൊ നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഒരു സാധാരണ രീതിയിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് എത്രത്തോളം നല്ലതാണ് എന്നതാണ് അതിന്റെ ക്വാളിറ്റി അല്ലെ, അതിന്റെ ഗുണമേന്മ അല്ലെ, അതിനെയാണ് അതിന്റെ ക്വാളിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയും കാന്റീൻ സർവീസ്. നമ്മൾ പറയാണ് നല്ല കാന്റീൻ സർവീസ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു കാന്റീൻ സർവീസ് ആണ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ചിലപ്പോൾ വളരെ എന്താണ് നല്ല ഫുഡ് ഐറ്റംസുകളായിരിക്കാം അവിടെ സെർവ് ചെയ്യുന്നതായിരിക്കാം അല്ലെ. അതുപോലെ തന്നെ അവിടെ പ്രൈസ് കുറവായിരിക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന ഒരു റീസണബിൾ പ്രൈസിലായിരിക്കാം അവിടെ ചിലപ്പോൾ ഫുഡ് സെർവ് ചെയ്യുന്നതായിരിക്കാം. അതുപോലെ നല്ല ഹോസ്പിറ്റാലിറ്റിയോട് കൂടിയിട്ടായിരിക്കും ഒരു പക്ഷെ അവിടുത്തെ സ്റ്റാഫുകൾ നമുക്ക് ആ ഒരു ഫുഡ് സെർവ് ചെയ്യുന്നതായിരിക്കാം. പിന്നെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ചിലപ്പോൾ ഒരു കണ്ടീഷനിലായിരിക്കാം അവിടുത്തെ ഫുഡ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ഓരോരുത്തരുടെ പെർസ്പെക്ടീവ്സ് വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കാം നമ്മൾ പറയുന്നത് അതൊരു നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. അതിപ്പോ സർവീസ് മാത്രമല്ല, ഒരു പ്രോഡക്റ്റ് ആയാലും നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുക അല്ലെ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഞാൻ പറയാണ് ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് ഞാൻ പറയണത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ എന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. അത് എന്തുകൊണ്ടാണ് ഞാനത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് പറയാനുള്ള റീസൺ എന്താ? എനിക്ക് ചില എക്സ്പെക്ടേഷൻ ഉണ്ട്. ഞാനിപ്പോ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. എന്ന് കരുതിയിട്ട് നിങ്ങൾക്കത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് യാതൊരു നിർബന്ധവുമില്ല അല്ലെ. നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ്സ്, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ വേറെ എന്തെങ്കിലും ആയിരിക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറുള്ളൂ അല്ലെ. അങ്ങനെയല്ലേ? അതാണ് അത് പറയുന്നത്. ഓക്കെ, a person's judgment about a service or product that relies on what he hopes for it or from it. അപ്പൊ അത് ഓരോരുത്തരുടെയും പെർസ്പെക്ടീവ്സ് വ്യത്യാസമുണ്ട്. ഞാൻ ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരു പക്ഷെ നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്ന പ്രോഡക്റ്റ് എനിക്ക് കുറച്ച് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അല്ലെ. അത് ഓരോരുത്തർക്ക് അനുസരിച്ച് അവരെന്ത് പ്രതീക്ഷിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ക്വാളിറ്റി പറയാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. എങ്കിലും എന്താണ് സം ഓഫ് ദ വേർഡ്സ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ക്വാളിറ്റി. നമ്മൾ പലപ്പോഴും നമ്മുടെ റൂട്ടീൻ ലൈഫിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അല്ലെ. ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ് അല്ലെ. എന്താണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്? ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഒരു വേറെ സെൻസിൽ പറയുന്നത് ക്വാളിറ്റിനെ തന്നെ നമ്മളൊരു ഇൻഡയറക്റ്റ് വേയിൽ പറയുന്നതാണ് അല്ലെ. ബ്യൂട്ടിഫുൾ, അട്രാക്റ്റീവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതുപോലെ പലരും പറയുന്നതാണ് ഡ്യൂറബിൾ ആണെന്ന് പറയും അല്ലെ. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ കാലം നീണ്ടു നിൽക്കുന്നത്, അത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും, ഡ്യൂറബിൾ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ക്വാളിറ്റിനെ തന്നെയല്ലേ നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്ന എന്താണ്? മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ മീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്. സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ എല്ലാവിധ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളോടും കൂടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ. അത് നമ്മൾ മീറ്റിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ക്വാളിറ്റിനെയാണ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ,
പിന്നെ നമ്മൾ ഫുഡ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് നമ്മൾ പറയാം ഹെൽത്തി ആണെന്ന് പറയും അല്ലെ. ഹെൽത്തി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ക്വാളിറ്റിനെയാണ് അത്. അതുപോലെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് വാല്യൂ ഫോർ മണി. പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഉണ്ടത് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ചെലവാക്കുന്ന പൈസക്ക് ഉണ്ടത് നമ്മൾ പറയും അല്ലെ. അതായത് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് അതിനനുസരിച്ചിട്ടുള്ള ഒരു എന്താണ് ഗുണം അതിനുണ്ടെങ്കിൽ അതും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റിനെ അല്ലേ. ഓക്കെ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഓക്കെ, പിന്നെ ദോ ഡിഫറെന്റ് വേർഡ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ക്വാളിറ്റി, വി വുഡ് ഡിസ്ക്രൈബ് ഇറ്റ് ആസ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് എ പ്രോഡക്റ്റ് ഓർ സർവീസ് കണ്ടെയ്ൻസ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ്. സെയിം കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ ക്വാളിറ്റിക്ക് ക്വാളിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെയുള്ള പല വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ച് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അതിനെ എത്രത്തോളം തൃപ്തിപ്പെടുത്തുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ക്വാളിറ്റി പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ മച്ച് സാറ്റിസ്ഫാക്ഷൻ ദ പേഴ്സൺ റിസീവ്സ് ഫ്രം ദ സർവീസ് അല്ലെ. അവർക്ക് ആ ഒരു സേവനത്തിൽ നിന്നും എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട് അതാണ് അതിന്റെ ക്വാളിറ്റി. പ്രത്യേകിച്ച് നമ്മളൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കുന്ന സേവനങ്ങളിൽ എന്തുണ്ടായിരിക്കണം, ക്വാളിറ്റി ഉറപ്പുവരുത്തിയിരിക്കണം അല്ലെ. ക്വാളിറ്റി സർവീസ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അത്രയുള്ളൂ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ക്വാളിറ്റി അഷുറൻസിനകത്തൊക്കെ നിങ്ങൾ പഠിക്കുന്നത് ചില മുൻകൂട്ടി നിശ്ചയിച്ച ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, അതിന് എത്രത്തോളം അത് മീറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് അതിന്റെ ക്വാളിറ്റി. ഇതൊക്കെ വളരെ ആധികാരികമായിട്ട് അതിനകത്ത് പറയുന്നത്. അവർക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു ക്വാളിറ്റി. ഇനി നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ക്വാളിറ്റി കെയർ അല്ലെ. ക്വാളിറ്റി ഓഫ് കെയർ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അല്ലെ. എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന കെയറിന്റെ ക്വാളിറ്റി എന്ത് മീനിങ്ങിലാണ്, എന്ത് അർത്ഥത്തിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, അതിനെ പറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനൊന്നുമില്ല, ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? When we say quality of care, we mean healthcare activities that we in the medical, nursing, laboratory fields, etc. execute daily to benefit our patients without causing harm to them. അല്ലെ, അതായത് അവർ പറയുന്നത് ഒരു ക്വാളിറ്റി കെയർ നമ്മൾ നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് ക്വാളിറ്റി കെയർ എന്ന് നമ്മൾ പറയുന്നത്? അതായത് ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിക്കൽ, അതുപോലെ തന്നെ നഴ്സിംഗ്, പിന്നെന്താണ് ലബോറട്ടറി ഫീൽഡുകൾ അല്ലെ, ഈ പറയുന്ന 3 മേഖലകളിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളെ ഏറ്റവും ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ, അതായത് രോഗികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ അവർക്ക് യാതൊരു തരത്തിലും ദോഷം വരുത്താതെ ഡെയിലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു രീതിയിൽ പറയുന്നു, പല രീതിയിൽ നമുക്ക് അതിനെ നോക്കിക്കാണാം. എന്താണ് പറഞ്ഞത്? അതായത് ഒരു മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി എന്ന് പറയുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന 3 മേഖലകളിലുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ അത് രോഗികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ, അവർക്ക് യാതൊരു തരത്തിൽ എന്തുണ്ടാവാൻ പാടില്ല, ദോഷം ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള സേവനങ്ങള് നമ്മൾ എന്ത് ചെയ്യാണ്, ഡെയിലി നടപ്പാക്കാണ്. അതായത് 1-2 ദിവസം സേവനം കൊടുത്തോണ്ട് കാര്യമില്ല, അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി എന്നുള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ അത്തരം സർവീസുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയാം അല്ലെ. ക്വാളിറ്റി ഓഫ് കെയർ എന്ന് നമുക്ക് 1-2 ദിവസം കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല, എന്നും എല്ലായ്പ്പോഴും അത്തരം സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു ക്വാളിറ്റി കെയർ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ക്വാളിറ്റി ഓഫ് കെയർ റിക്വയേഴ്സ് that we pay the attention to the requirements of patients and clients, and we must also use the methods that have been verified to be safe, affordable, and can lessen deaths, illness, and disability. Furthermore, we are expected to practice as stated in the safety standards as laid down by the clinical guidelines and protocols. അതായത് നമുക്കൊരു ക്വാളിറ്റി കെയർ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ എന്ത് വേണം, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് അത് നമ്മൾ നോട്ടീസ് ചെയ്യണം. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഓരോരുത്തരും അവരവരുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ടാണ് ക്വാളിറ്റി പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഒരു ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്തിരിക്കണം, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ്, അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ അതിന് അറ്റൻഷൻ കൊടുക്കണം, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ സേവനങ്ങൾ കൊടുക്കാം.
അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അതൊരു ക്വാളിറ്റി കെയർ ആയിരിക്കും. ഓക്കെ, അത് മറ്റൊരു കാഴ്ചപ്പാടിൽ പറയുന്നത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി കെയർ എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ട്, അതുപോലെ എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ, അതായത് മരണം, അതുപോലെ അസുഖങ്ങള്, മറ്റുള്ള ഡിസേബിലിറ്റി ഒക്കെ കുറയ്ക്കുന്ന തരത്തില് വളരെ സുരക്ഷിതമായിട്ട് എന്നാൽ എല്ലാവർക്കും താങ്ങാവുന്ന രീതിയിൽ നമ്മൾ സേവനങ്ങൾ കൊടുക്കുമ്പോൾ നമുക്കതിന് എന്താന്ന് പറയാം, ക്വാളിറ്റി കെയർ ആണെന്ന് പറയാം. കണ്ടോ, അപ്പൊ പലർക്കും നിങ്ങളോട് എന്ന് ചോദിച്ചപ്പോ പലരും പല രീതിയിലാണ് അതിന് ആൻസർ ചെയ്യുന്നത്. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് വെച്ചാണ് ആൻസർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോ പിന്നെന്താണ്, അതാണ് വി മസ്റ്റ് ആൾസോ യൂസ് മെത്തേഡ്സ് ദാറ്റ് ഹാവ് ബീൻ വെരിഫൈഡ്. വളരെ സേഫ് ആയിട്ടും എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ നമ്മളൊരു സർവീസ് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ക്വാളിറ്റി കെയർ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെന്താണ്, ഫർദർ മോർ വി ആർ എക്സ്പെക്ടഡ് ടു പ്രാക്ടീസ് as stated into set standards and laid out by the clinical guidelines and protocols. അത് മാത്രമല്ല, നമ്മുടെ ക്ലിനിക്കൽ ഗൈഡ്ലൈൻസും പ്രോട്ടോകോൾസും അനുസരിച്ച് മുന്നോട്ട് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ പാലിച്ചുകൊണ്ട് സേവനങ്ങൾ കൊടുക്കുമ്പോഴും നമുക്ക് അതിന് എന്ത് പറയാം, ക്വാളിറ്റി കെയർ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. കണ്ടോ, എത്ര തരത്തിലാണ് നമ്മൾ പറഞ്ഞത്, പലതരത്തിലാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് മെഡിക്കൽ നഴ്സിംഗ്, അതുപോലെ ലബോറട്ടറി ഫീൽഡുകളിലെ ആരോഗ്യ പ്രവർത്തനങ്ങള് രോഗികൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ ദോഷം വരുത്താതെ ഡെയിലി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ക്വാളിറ്റി കെയർ എന്ന് പറയാം, അല്ലെ? അതുപോലെ തന്നെ വളരെ സുരക്ഷിതമായിട്ടും എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ സർവീസ് കൊടുക്കുകയാണെങ്കിൽ അതിന് ക്വാളിറ്റി കെയർ എന്ന് പറയാം, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കൽ ഗൈഡ്ലൈൻസും പ്രോട്ടോകോൾസുകളും കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നമ്മളൊരു സർവീസ് കൊടുക്കുകയാണെങ്കിൽ അതിനെയും നമുക്ക് എന്ത് പറയാം, ക്വാളിറ്റി കെയർ എന്ന്. ഓക്കെ, വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ we do the exact things at the exact time. അത് വേറൊരു നമ്മളിപ്പോ ക്വാളിറ്റി കെയർ എന്ന് പറയണമെങ്കിൽ ശരിയായ കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒരു സർവീസ് കൊടുക്കുമ്പോൾ അത് കൃത്യസമയത്ത് എപ്പോഴാണോ സർവീസ് ആവശ്യമുള്ളത് ആ സമയത്ത് തന്നെ അത് നമ്മൾ കൊടുക്കണം. ശരിയായ രീതിയിൽ തന്നെ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം. എങ്കിലേ അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ we check the patient properly, make the right diagnosis and give the apt treatment. അല്ലെ, ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ പേഷ്യൻസിനെ അവരെ ചെക്ക് ചെയ്യുന്നു, അവർക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് നടത്തുന്നു, അവർക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്, ക്വാളിറ്റിയുടെ ഭാഗമാണ്, അല്ലെ? With the quality of care, we keep on enhancing our standard of service with excellence is conduct. അങ്ങനെ നമ്മളൊരു ക്വാളിറ്റി കെയറോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അതൊരു നല്ല രീതിയിൽ ഒരു സർവീസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ക്വാളിറ്റി സർവീസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്താണ് ക്വാളിറ്റി കെയർ എന്ന് അവർ പറഞ്ഞതാണ്, എന്താണ് കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇന്നത്തെ നമ്മൾ പറഞ്ഞ ക്വാളിറ്റി കെയർ അതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. അതിനൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. ഇനി നമുക്ക് കമ്പോണന്റുകളൊക്കെ പഠിക്കാനുണ്ട്, അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. കമ്പോണന്റ് ഒക്കെ പഠിക്കാനുണ്ട്, അതൊക്കെ ഇമ്പോർട്ടന്റ്. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ഡൗട്ട്സുകൾ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക, മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.